വളകാപ്പിന് തലേദിവസം രാത്രിയായപ്പോൾ മുംബൈന്ന് ലാൻഡ് ചെയ്തു. അച്ഛനും അഞ്ചനും അവരുടെ കുർത്തയൊക്കെ രാവിലെ തന്നെ ട്രയൽ ചെയ്യുക കേട്ടോ. ഉച്ചയോടുകൂടി അനീഷേട്ടനും അമ്മയും ഇങ്ങി എത്തി. എത്രയൊക്കെ ദിവസം ഉണ്ടെങ്കിലും ഒരു പരിപാടിക്ക് തൊട്ട് മുമ്പുള്ള ദിവസമായിരിക്കും ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തീർക്കാറ്. ആദ്യം തന്നെ പോയത് മെർസി റെന്റൽ ജ്വല്ലറിയിൽ നിന്ന് കൊച്ചുവിനും മഞ്ചേച്ചിക്കും നന്ദുവിനും നിമ്മിക്കും ലച്ചുനും പാറിനും ഒക്കെ നെക്ക് പീസസ് എടുക്കാനാണ്. ഒരൊറ്റ ഫംഗ്ഷൻ ഇടാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ റെന്റൽസ് തന്നെയാണ്. അവിടുന്ന് നേരെ നാളത്തെ പരിപാടിക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഐറ്റം വാങ്ങാനാണ് പോയത്. വേറെ ഒന്നുമല്ല, കുപ്പിവളകളിലൊക്കെ ഇത്രയും അധികം വെറൈറ്റിയും ഉണ്ട്, ഇതിനൊക്കെ ഇത്രയും വിലയുണ്ടെന്ന് ഞാൻ ആ കടയിൽ വെച്ചാണ് മനസ്സിലാക്കിയത്. കുറച്ചധികം വെറൈറ്റി കുപ്പിവളകൾ അനുചേച്ചിയും കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും വാങ്ങി നേരെ ഞങ്ങൾ പോയത് ചങ്ങനാശ്ശേരിയിലെ AGDയിൽ സ്വർണ്ണവള വാങ്ങാനായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാണ് ഞാൻ അറിഞ്ഞത് ഗോൾഡ് റേറ്റിന് ഏറ്റവും വില കൂടി നിൽക്കുന്നത് അന്നായിരുന്നു എന്ന്. ഞാൻ എപ്പോഴും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നെക്ക് പീസസ് ഒക്കെ ഇടുമ്പോഴത്തേന് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എവിടുന്നാണെന്നുള്ളത്. ഞാൻ ഇങ്ങനെ കടകളിൽ പോകുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട പീസസ് ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചു വെക്കാറുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട വളയും വാങ്ങി അത്രയും നേരത്തെ വിശപ്പടക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ പോയത് ലിക്യുബറിയിലാണ്. ചങ്ങനാശ്ശേരിയിൽ വന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെ കേട്ടോ. എല്ലാ ഷോപ്സും എനിക്കറിയാം, അവിടുത്തെ ആൾക്കാരെയും എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഫ്രീഡം എനിക്ക് ഫീൽ ചെയ്യും. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട ജ്യൂസുകളും മോമോസും ഒക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു. അതിന്റെ ഇടയിൽ കൂടെ തന്നെ ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയ ദംഷറാജ് ഗെയിം ആയിരുന്നു കേട്ടോ അടുത്തത് അരങ്ങേറിയത്. ഇത്തവണ നമ്മൾ ആരെയും വീട്ടിൽ അനീഷന്റെ അമ്മയും ജെയ്സൺ ചേട്ടനെയും അച്ഛനെയും അമ്മയും എല്ലാരെയും കൊണ്ട് നമ്മൾ ഈ ഒരു ഗെയിം കളിപ്പിച്ചു കേട്ടോ. അങ്ങനെ കുറേ അധികം സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസം കൂടി എന്റെ ജീവിതത്തിൽ.